തനിമയുടെ രാഗം കനവിലൊരു നാളം പ്രകാശനായ പ്രകാശിക മലങ്കരദർശൻ. നമ്മുടെ കർത്താവിന് സ്തുതി മഹത്വം. കർത്താവിൽ പ്രിയരെ, വീണ്ടും ദൈവസന്നിധിയിൽ നമുക്ക് പ്രകാരം കൂടി വരുവാൻ ഒരവസരം കൂടെ ലഭിക്കുമ്പോൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ വിനയപ്പെടുത്തുവാനും വചനത്തിൻ്റെ ശക്തിയാൽ നിറയുവാനും ദൈവമായ കർത്താവ് ഇന്നും നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒന്നിച്ചുള്ള ഇന്നത്തെ അല്പസമയത്തെ വചനധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുൻപായി അക്കരെ പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരം ആയപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ, കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. പടകിലുള്ളവർ, നീ ദൈവപുത്രൻ, സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. പ്രിയമുള്ളവരെ, ഇന്നാളുകളിൽ നാം കടന്നു പോകുന്ന സാഹചര്യത്തെ വളരെയധികം പ്രതിഫലിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ച് കേട്ടത്. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നടക്കുന്ന ഒരു വലിയ സംഭവം, കർത്താവും ശിഷ്യന്മാരും മാത്രം സാക്ഷ്യം വഹിക്കുന്ന ഒരു സംഭവം, കടലിന് മധ്യേ നടക്കുന്നതായിട്ടുള്ള ഒരു സംഭവം. ഇത് ഇന്നത്തെ സാഹചര്യങ്ങളുമായിട്ടൊക്കെ വളരെ ചേർന്ന് പോകുന്ന ഒരു അനുഭവമാണ്. കോവിഡിൻ്റെ വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടം, ഈ നാളുകൾ എന്ന് കഴിഞ്ഞു പോകും എന്ന് നാം ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം. ഇതേ അനുഭവത്തിൽ അല്ലെങ്കിൽ ഇതേ ഒരു മാനസിക സംഘർഷത്തിൽ ശിഷ്യന്മാരും അകപ്പെട്ടിരുന്ന ഒരു ദിവസം, ഒരു രാത്രി, ആ സംഭവമാണ് ഈ വേദഭാഗം നമ്മളോട് സംസാരിക്കുന്നത്. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ശക്തിയേറിയ നാളുകളിൽ ഒന്നിൽ സംഭവിക്കുന്ന സംഭവമാണ്. യേശു കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് 10,000 പോഷിപ്പിക്കുന്നു, 5000 പുരുഷന്മാരെ തന്നെ പോഷിപ്പിക്കുന്നു എന്ന് നമ്മൾ വായിച്ച് അവസാനിപ്പിക്കുന്ന വേദഭാഗത്തിൻ്റെ തുടർച്ചയാണ് നമ്മളിപ്പോൾ വായിച്ച് കേട്ടതായിട്ടുള്ള ഈ സംഭവം. അപ്പോൾ അത് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതായ സംഭവം. യേശു കർത്താവിന് വലിയ സ്വീകാര്യത ഉണ്ടാകുന്നു. അവന് ശിഷ്യന്മാർക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമൊക്കെ ലഭിക്കുന്നു. കർത്താവിനോട് കൂടെ അവർക്കും വലിയ സ്വീകാര്യത സമൂഹത്തിൽ ലഭിക്കുന്ന കാലഘട്ടമാണ്. എല്ലാം വളരെ ഭംഗിയായി പോകുന്നു, എല്ലാം ശുഭമായി പോകുന്നു. ആവേശകരമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റായി കർത്താവും കൂടെയുള്ള അപ്പോസ്തലന്മാരുടെയും ദൈവരാജ്യ പ്രഘോഷണവും ശുശ്രൂഷയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മധ്യയാണ് അവിചാരിതമായിട്ടുള്ള ഒരു സംഭവത്തിന് യേശു കർത്താവ് ശിഷ്യന്മാരെ പ്രേരിപ്പിക്കുന്നതും നിർബന്ധിക്കുന്നതും. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചു. പുരുഷാരം പിരിഞ്ഞു പോകുവാനായിട്ട് സന്നദ്ധരായിരുന്നില്ല. അവർ കണ്ട അത്ഭുതവും അവർക്ക് ലഭിച്ച ഒരു സുഭിക്ഷതയും അത്ര വലുതായിരുന്നു. അവർ തിരികെ പോകാൻ തയ്യാറായിരുന്നില്ല. കർത്താവ് നിർബന്ധപൂർവം അവരെ പറഞ്ഞയക്കുന്നു. ശിഷ്യന്മാരെ അവരെ പടകിൽ കയറ്റുന്നു, അല്ലെങ്കിൽ അവർ പടകിൽ കയറിയിരിക്കുന്നു. അവരെയും കർത്താവ് നിർബന്ധിക്കുകയാണ്,
അക്കരയ്ക്ക് പോവുക. നിർബന്ധപൂർവ്വം അവരെ അക്കരയ്ക്ക് അയക്കുന്നു. യേശു മലയിൽ കയറി പ്രാർത്ഥനയ്ക്കായിട്ട് തനിച്ചിരിക്കുന്നു. ഇങ്ങനെയാണല്ലോ ഈ വേദഭാഗം ആരംഭിക്കുന്നത്. എല്ലാം ശുഭമായിരിക്കുമ്പോൾ അതിൽ നിന്നും ഒരു മാറ്റം, അതിൽ നിന്ന് നിർബന്ധപൂർവ്വം ഒരു മാറ്റം നമ്മളാരും പ്രതീക്ഷിക്കുന്നതല്ല. കോവിഡ് തീർത്തൊരു പ്രതിസന്ധി അങ്ങനെയായിരുന്നു. എല്ലാം ശുഭമായി പോവുകയായിരുന്നു, എല്ലാം വളരെ വേഗത്തിൽ പോവുകയായിരുന്നു, എല്ലാം മനുഷ്യൻ്റെ പ്ലാൻ പോലെ, പദ്ധതി പോലെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നാം നിർബന്ധിതരായിരിക്കുന്നത് മറ്റൊരു അനുഭവത്തിലേക്ക്, മറ്റൊരു ലോകക്രമത്തിലേക്ക് പോകാൻ നാം നിർബന്ധിതരായിരിക്കുന്നു. യേശു കർത്താവ് ഇതിൻ്റെ മധ്യേ എവിടെയാണ്? യേശു കർത്താവ് ഈ സമയത്ത് എന്ത് ചെയ്യുകയാണ്? ദൈവമേ, ഇതിനൊരു അറുതി എന്നാണ് ഉണ്ടാവുക? ഇതൊക്കെ നമ്മുടെ ചോദ്യങ്ങളാണ്. എല്ലാത്തിൻ്റെയും ഉദ്ദേശവും ഉത്തരവും നൽകുന്ന ഒരു വേദഭാഗം കൂടിയാണ് പ്രിയമുള്ളവരെ നമ്മളിന്ന് വായിച്ച് കേട്ടത്. 3-4 ചിന്തകളാണ് അല്പസമയത്ത് നമ്മുടെ ധ്യാനത്തിങ്കിൽ പങ്കിടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, അവരെ അക്കരയ്ക്ക് പോകാൻ നിർബന്ധിക്കുന്നതിനായ കർത്താവ്, ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിക്കുന്നവനായ യേശു കർത്താവ്. അക്കരെ എന്നുള്ളത് ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്ലാനിലോ പദ്ധതിയിലോ അപ്പോൾ ഉണ്ടായിരുന്നില്ല. അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു അനുഭവമല്ല അക്കരയ്ക്ക് പോവുക എന്നുള്ളത്. എന്നാൽ കർത്താവാണ് അവരെ അതിന് നിർബന്ധിക്കുന്നത്. അപ്പോൾ അക്കരെ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നവരെ അക്കരെക്കുറിച്ച് ചിന്തിക്കുക മാത്രമല്ല അവിടേക്ക് പോകണം എന്നുകൂടെ നിർബന്ധിക്കുകയാണ് കർത്താവ്. ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രിഫർ ചെയ്യുന്ന ഒരു യാത്രയായിരുന്നില്ല അത്. കാരണം അവർക്കറിയാം ചെറു ചുഴലികൾ ഈ ഗലീല കടലിൽ, തിബേരിയസ് കടലിൽ രാത്രിയിൽ ഉണ്ടാവാറുണ്ട്, ചെറു ചുഴലികൾ. കാരണം അപ്രകാരമാണ് ആ കടലിൻ്റെ ഒരു പ്രകൃതി എന്ന് ശിഷ്യന്മാർക്ക് നല്ലതുപോലെ അറിയാം. അവരെത്രയോ കാലം അവിടെ മീൻ പിടിച്ചിട്ടുള്ളവരാണ്. എങ്കിലും അവരെ നിർബന്ധപൂർവ്വം യേശു കർത്താവ് അക്കരയ്ക്ക് അയക്കുകയാണ്. അപ്പോൾ അക്കരെ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രമല്ല, അവിടേക്ക് നാം അടിയന്തരമായി പോകണം എന്ന് അപ്പോസ്തലന്മാരെ നിർബന്ധിക്കുന്ന കർത്താവിനെ നാം കാണുന്നു. കർത്താവ് പറയുന്നത്, അതർ സൈഡ് ഇസ് നോട്ട് ജസ്റ്റ് എ പോസിബിലിറ്റി, ഇറ്റ് ഈസ് അവർ നെസസിറ്റി. അക്കരയ്ക്ക് പോവുക എന്നുള്ളത് ഒരു സാധ്യതയായിട്ട് നിൽക്കുകയല്ല, അതൊരു അത്യാവശ്യമായി മാറിയിരിക്കുന്ന കാലമാണ് എന്ന് ശിഷ്യന്മാരോട് കർത്താവ് നിർബന്ധപൂർവ്വം പറയുകയും അവരെ നിർബന്ധപൂർവ്വം അയക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നാം നിർബന്ധപൂർവ്വമാണ് ഈ സാഹചര്യങ്ങളിലെ അടച്ചിടലുകളിലൂടെയും നിയന്ത്രണങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്നത്. നമുക്ക് ഇതൊന്നും ഇഷ്ടമുണ്ടായിരുന്നതല്ല, നമ്മളിതൊന്നും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഇങ്ങനെയൊരു ലോകക്രമത്തെക്കുറിച്ച് നമ്മളുടെ യാതൊരു ചിന്തയിലും ഉണ്ടായിരുന്നില്ല. എന്നാൽ അക്കരയ്ക്കുള്ള ഒരു യാത്രയിൽ ഇത് അനിവാര്യമായിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥയാണ്. അക്കരെ എന്ന് പറയുന്ന അനുഭവം ഒരു വിശ്വാസ ജീവിതയാത്രയിൽ നമുക്കെല്ലാവർക്കുമുണ്ട്. അത് സാധ്യമാണ് എന്ന് പറയുക മാത്രമല്ല, അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടിയിരിക്കുന്ന കാലമാണ് എന്ന് യേശു കർത്താവ് നമ്മളെ ബോധ്യമാക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിർബന്ധപൂർവ്വമാണ് അവൻ ഇതിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നത്. അല്ലാതെ അക്കരയുടെ അനുഭവത്തിന് വേണ്ടി ഒരു മനഃപൂർവ്വമായ ശ്രമം ശിഷ്യന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്തതുപോലെ നമ്മുടെ ഭാഗത്തുനിന്നും ഇന്നാളുകളിൽ അധികം ഉണ്ടാകുന്നില്ല എന്ന് കർത്താവ് ഒരുപക്ഷെ കണ്ടിരിക്കാം. അതുകൊണ്ട് രക്ഷയ്ക്കായിട്ടുള്ള അരക്ഷിതാവസ്ഥകളിലൂടെ അക്കരയ്ക്ക് പോകുവാൻ കർത്താവ് ഇവിടെ ശിഷ്യന്മാരെ നിർബന്ധിക്കുകയാണ്. വിശ്വാസ ജീവിതയാത്രയിൽ എപ്പോഴും അക്കരെ നാട് നമ്മളുടെയൊക്കെ പാട്ടുകളിലുണ്ട്, നമ്മുടെയൊക്കെ വചനവായനയിലും പ്രാർത്ഥനയിലുമുണ്ട്, ജീവിതത്തിലുണ്ടാവുന്നില്ല. കർത്താവ് ഇന്നാളുകളിൽ നമ്മളെ നിർബന്ധിക്കുകയാണ് അക്കരയെക്കുറിച്ച് വളരെ യാഥാർത്ഥികമായിട്ടുള്ള യഥാർത്ഥബോധത്തോടു കൂടെ അക്കരയെക്കുറിച്ച് ചിന്തിക്കുക, അതിനെ സമീപിക്കുക, അക്കരയ്ക്കുള്ള യാത്ര ആരംഭിക്കുക. അരക്ഷിതാവസ്ഥകൾ നിറഞ്ഞതാണ് ഈ യാത്ര എങ്കിലും രക്ഷിതഗണമായി തീരുവാൻ അക്കരയ്ക്കുള്ള യാത്ര അനിവാര്യമെന്ന് കർത്താവ് ഇവിടെ അപ്പോസ്തലന്മാരെ, തൻ്റെ ശിഷ്യന്മാരെ പ്രേരിപ്പിക്കുകയും നിർബന്ധിക്കുകയും അതിനെ അയക്കുകയും ചെയ്യുകയാണ്. 2, നമ്മളിവിടെ കാണുന്നു ആ രാത്രിയിൽ കടൽ വല്ലാതെ പ്രക്ഷുബ്ധമാകുന്നുണ്ട്, കാറ്റ് പ്രതികൂലമാകുകയാണ്, തിരകളാൽ പടക് വലയുന്ന ഒരു സാഹചര്യവും ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ 24ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി, കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. കാറ്റ് പ്രതികൂലമായി, രാത്രി 4-ാം യാമമായി, പടക് വല്ലാതെ വലയുകയാണ് തിരകളാൽ. കരയിൽ നിന്ന് പല നാഴിക ദൂരത്താണ് പടക്. കർത്താവ് രാത്രിയിൽ അവരുടെ അടുക്കലേക്ക് കടൽ മീതെ നടന്നുകൊണ്ട് വരികയാണ്. എന്നാൽ അവനെ കാണുമ്പോൾ അവർക്ക് തോന്നുന്നത് എന്താണ്? അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് അവർ നിലവിളിച്ചു. 26-ാം വാക്യം. അവനെ കാണുമ്പോൾ ഒരു ഭൂതമെന്ന് കണ്ട് പേടിച്ച് അവർ നിലവിളിക്കുകയാണ്.
പ്രിയമുള്ളവരെ, ഏതാനും ചില നിമിഷങ്ങൾ അല്ലെങ്കിൽ ചില മണിക്കൂറുകൾക്ക് മുമ്പ് കർത്താവിനെ കണ്ട് പിരിഞ്ഞവരാണ്. എന്നാൽ ഇപ്പോൾ അവനെ കാണുമ്പോൾ അവർക്ക് തോന്നുന്നത് ഭൂതമെന്നാണ്. കാരണം എന്താണ്? അവരുടെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. പല കാര്യങ്ങളൂടെ പറയുന്നുണ്ടല്ലോ. കരവിട്ട് പടക് പല നാഴിക ദൂരത്തായിരുന്നു, രാത്രിയിലെ 4-ാം യാമമായിരുന്നു, കാറ്റ് വളരെ പ്രതികൂലമായിരുന്നു, പടകിപ്പോൾ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ് തിരകളാൽ. എല്ലാം പ്രതികൂലമാണ്, ഒന്നും അത്ര അനുകൂലമല്ല. അപ്പോൾ സാഹചര്യങ്ങളിലൂടെ സ്വന്തം കർത്താവിനെ അവർ കാണുകയാണ്, തങ്ങളുടെ നാഥനെ, തങ്ങളുടെ ഗുരുവിനെ അവർ കാണുകയാണ്. സാഹചര്യങ്ങളിലൂടെ കർത്താവിനെ കണ്ടാൽ കർത്താവ് പോലും ഒരു ഭൂതമായി തോന്നിപ്പോകും എന്നൊരു വലിയ യാഥാർത്ഥ്യം ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. സാഹചര്യങ്ങളിലൂടെ നമ്മുടെ കർത്താവിനെ കണ്ടാൽ അവൻ എങ്ങനെ ഇരിക്കും? അവനൊരു ബാധയായി, അവൻ നമ്മുടെ മേൽ ഒരു കഠിന ബാധയായി, ഒരു ബുദ്ധിമുട്ടായി, അവൻ നമ്മളെ ക്ലേശിപ്പിക്കുന്നതായിട്ടൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് നമുക്കും പ്രിയമുള്ളവരെ, സാഹചര്യങ്ങളിലൂടെ നമ്മുടെ കർത്താവിനെ കാണാൻ ശ്രമിച്ചാൽ. എന്നാൽ കർത്താവ് തുടർന്ന് പറയുന്നുണ്ട്, ധൈര്യപ്പെടുവിൻ, പേടിക്കേണ്ട, ഇത് ഞാനാകുന്നു. അപ്പോൾ ക്രിസ്തു യേശുവിനെ അവർ യഥാർത്ഥമായി അവിടെ കാണാനായിട്ട് അവർക്ക് ഒരു അവസരം കൊടുക്കുക കർത്താവ്. അപ്പോൾ ക്രിസ്തുവിലൂടെ ഇതേ സാഹചര്യത്തെ അവർ കണ്ടു. കാറ്റ് അടങ്ങിയില്ല, കടൽ പ്രക്ഷുബ്ധത മാറിയില്ല, പടക് അപ്പോഴും ഇളകി മറിയുകയാണ്, തീരം ദൂരത്താണ്. എങ്കിലും ക്രിസ്തുവാണെന്ന് കണ്ട് അവരെ സാഹചര്യത്തെ കണ്ടപ്പോൾ പത്രോസ് ഇതാ കടൽ മീതെ നടക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ സാഹചര്യങ്ങളോടെ കർത്താവിനെ കണ്ടാൽ അവനെ ഭൂതമെന്ന് തോന്നിയ സമൂഹം, ശിഷ്യ സമൂഹം, ഇപ്പോൾ ക്രിസ്തുവിലൂടെ സാഹചര്യങ്ങളെ കണ്ടപ്പോൾ അതൊരു കളിത്തട്ടായിട്ട്, കടലിനെ ഒരു കളിത്തട്ടായിട്ട് കാണുന്നൊരു അനുഭവം ഉണ്ടാകുന്നു. എന്താണ് പ്രിയമുള്ളവരെ മാറ്റം? വ്യത്യാസം എന്താണ്? കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. സാഹചര്യങ്ങളോടെ കർത്താവിനെ കണ്ടാൽ അവൻ എപ്പോഴും നമുക്കൊരു ബാധയോ ബാധ്യതയോ ബുദ്ധിമുട്ടുകാരനോ ഒക്കെ ആണെന്ന് നമുക്ക് തോന്നാം, ഭൂതമാണെന്ന് വരെ തോന്നാം. എന്നാൽ ക്രിസ്തു യേശുവിലൂടെ സാഹചര്യങ്ങളെ കണ്ടാൽ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാണ്, സാഹചര്യങ്ങൾ നല്ലതിനാണ്, സാഹചര്യങ്ങളിൽ ദൈവിക മഹത്വങ്ങൾ കാണേണ്ടതിനാണ്, സാഹചര്യം ഒരു പുതിയ ലോകക്രമത്തിലേക്കുള്ള വാതിൽ തുറന്നിടുന്നതാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ സീയിങ് ക്രൈസ്റ്റ് ത്രൂ ദ സിറ്റുവേഷനും സീയിങ് ദ സിറ്റുവേഷൻസ് ത്രൂ ക്രൈസ്റ്റും, ഇത് തമ്മിലുള്ള വ്യത്യാസം പ്രിയമുള്ളവരെ നാം അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ഈ നാളുകളിൽ കർത്താവിലൂടെ നമ്മുടെ സാഹചര്യങ്ങളെ കാണാനായിട്ടുള്ള പ്രത്യേക കൃപ നമ്മൾ ആർജിക്കേണ്ടുന്ന നാളുകളാണെന്ന് നാം മനസ്സിലാക്കണം. സാഹചര്യങ്ങളിലൂടെ ഇന്ന് കർത്താവിനെ കാണുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വിശ്വാസം കെട്ടുപോകുന്ന, വിശ്വാസം തകർന്നു പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന നാളുകളാണിന്ന്. എന്നാൽ ക്രിസ്തുയേശുവിലൂടെ സാഹചര്യങ്ങളെ കാണുന്നവർക്കോ ഇത് ഒരുക്കകാലമാണ്. അക്കരയ്ക്കുള്ള യാത്രയിൽ അനിവാര്യമായിട്ടുള്ള ഒരുക്കത്തിൻ്റെ നാളുകളായി ഇന്നാളുകളെ കാണുവാനായിട്ടുള്ള കൃപയുണ്ട്, കൃപ ലഭിക്കും എന്നത് നിശ്ചയമാണ്. മുൻപോട്ട് പോകട്ടെ. മൂന്നാമതായി നമ്മൾ 27-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, യേശു അവരോട് ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട. യേശു കർത്താവിൻ്റെ വാക്കും സാന്നിധ്യവും ഒരുപോലെ ശിഷ്യന്മാരെ ബലപ്പെടുത്തുന്നു. The presence and the words of Christ is comforting his disciples. അവൻ്റെ സാന്നിധ്യവും അവൻ്റെ വാക്കുകളും ഒരുപോലെ ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുന്ന ഒരു സന്ദർഭം നമ്മളിവിടെ കാണുകയാണ്. ആ വാക്കുകൾ തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, ദൈവം ആരാണെന്നും ദൈവപുത്രൻ ആരാണെന്നും ഞാൻ നിങ്ങൾക്കാരാണെന്നും ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് എന്താണെന്നും ഒക്കെയും വ്യക്തമാക്കുന്ന ഒരു വേദഭാഗം അല്ലെങ്കിൽ ഒരു വാക്കാണ് ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്നുള്ളത്. സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള ഒരു വാക്ക് തന്നെ വെളിപ്പെടുത്താൻ അതിൽ കൂടുതൽ എന്തു വേണം? പ്രയാസങ്ങളുടെ മധ്യേ ആരും സഹായിക്കാനില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഭൂതമല്ലാതെ ആരും എത്തില്ല എന്ന് ശിഷ്യന്മാർ പൂർണ്ണമായും നനച്ചിരുന്ന വേളയിൽ ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു എന്ന് പറയുവാൻ കർത്താവിനല്ലാതെ പ്രിയമുള്ളവരെ ആർക്ക് സാധിക്കും? ഇന്നാളുകളിലും ഈ വാക്കുകൾ വളരെ പ്രസക്തമായി തീരുകയാണ്. നമ്മളൊക്കെ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളവരാണ്. ധൈര്യപ്പെടുവിൻ, ഞാൻ കൂടെ ഉണ്ട്, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, കൂടെയുണ്ട്. പ്രത്യേകിച്ച് പട്ടക്കാരായി ഞങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ കോവിഡ് നമ്മളെല്ലാം വളരെ അകലങ്ങളിലാക്കി കളഞ്ഞു. കൂടെ ഇരിപ്പാൻ സാധിക്കുന്നില്ല. വാക്കുകൊണ്ട് കംഫർട്ട് ചെയ്യുന്നുണ്ട്, സാന്നിധ്യം കൊണ്ട് സാധിക്കുന്നില്ല. ചിലരുടെ സാന്നിധ്യം ഉണ്ട്, പക്ഷേ സാന്നിധ്യം നമ്മളെ ഭയപ്പെടുത്തുന്നു, രോഗബാധ ഉണ്ടാകുമോ എന്നുള്ളത്. അപ്പോൾ സാന്നിധ്യവും വാക്കുകളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ വർദ്ധിക്കുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് പ്രിയമുള്ളവരെ. എന്നാൽ കർത്താവിൻ്റെ വാക്കും സാന്നിധ്യവും ഒരുപോലെ ആശ്വാസം നൽകുന്നു. നമ്മുടെ കർത്താവിനെ തിരിച്ചറിയാനായിട്ടുള്ള ഏറ്റവും വലിയ അടയാളം ഇതാണ്. അവൻ്റെ സാന്നിധ്യവും വാക്കും ഒന്ന് തന്നെയാണ്. അവൻ്റെ പ്രസൻസും അവൻ്റെ വേർഡ്സും രണ്ടും നമ്മൾ ഒരുപോലെ ആശ്വസിപ്പിക്കുന്നതാണ്. ഒരു ഡിസ്പാരിറ്റി ഇതിൻ്റെ മധ്യേ ഇല്ല എന്നത് തന്നെയാണ് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ വാക്കിൻ്റെയും സാന്നിധ്യത്തിൻ്റെയും സവിശേഷത.
യേശു കർത്താവ് പറയുന്നു, ഇത് ഞാനാകുന്നു. കടലിൻ്റെ മധ്യേ, പ്രതികൂലങ്ങളുടെ മധ്യേ കർത്താവല്ലാതെ ആർക്കാണ് ഇത് പറയാൻ സാധിക്കുന്നത്? ICU അനുഭവങ്ങളിലും വെന്റിലേറ്ററിൻ്റെ അനുഭവങ്ങളിലും പ്രിയപ്പെട്ടവർക്ക്, ഏറ്റവും സ്നേഹിക്കുന്നവർക്ക് പോലും കൂടിരിക്കാൻ സാധിക്കാത്തപ്പോൾ ഈ ശബ്ദം പറയുന്നത് ആരായിരിക്കും? ആർക്ക് മാത്രമാണ് ഇത് പറയാൻ സാധിക്കുന്നത് എന്നുള്ള വലിയ ബോധ്യവും തിരിച്ചറിവും നമ്മളെ ഏത് പ്രതികൂലങ്ങളിലും ഏത് ഭീതിജനകമായിട്ടുള്ള സാഹചര്യത്തിലും നിലനിർത്തുകയും ഉറപ്പിക്കുകയും അക്കരയ്ക്കുള്ള യാത്രയിൽ സജ്ജരാക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമെന്നത് ഉള്ളത് പ്രിയമുള്ളവരെ ഉറപ്പാണ്, നിശ്ചയമാണ്. ആ ധൈര്യത്തിലാകുവാൻ നമുക്കിടയാകട്ടെ. കർത്താവ് പറയുന്നു, ഇത് ഞാനാകുന്നു. എന്നാൽ നമുക്കൊരു ദൗത്യമുണ്ട് എന്നോർക്കണം. പിന്നീട് ചില നാളുകൾക്ക് ശേഷം, കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം, തിബരിയാസിൽ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ നിൽക്കുന്ന ശിഷ്യന്മാരെയും നമ്മൾ പിന്നീട് പരിചയപ്പെടുന്നുണ്ട്. അവരോട് ആഴത്തിൽ വല വീശുവാൻ പറയുന്ന, കരയിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരുവൻ്റെ ശബ്ദം അവർ കേട്ടു. അവരപ്രകാരം ആഴത്തിലേക്ക് വല വീശി. പെരുത്ത മീൻകൂട്ടം കുടുങ്ങി. അവർ വലിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് പെരുത്ത മീൻകൂട്ടമാണ്, കൈക്ക് വലിയ ഭാരം. അപ്പോൾ കർത്താവ് സ്നേഹിച്ച ശിഷ്യനായി യോഹന്നാൻ വിളിച്ചു പറയുന്നുണ്ട്, അത് കർത്താവാകുന്നു. നമ്മുടെ ഭീതിജനകമായിട്ടുള്ള ഇന്നത്തെ സാഹചര്യങ്ങളിൽ ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു എന്ന് പറയുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്ന കർത്താവിനോട് ഉള്ള നമ്മുടെ പ്രതികരണമാണ് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളുടെ ഒരു വലിയ ഭാരം നമ്മുടെ കൈകളിലേക്ക് വരുമ്പോൾ അത് കർത്താവാകുന്നു എന്ന് ലോകത്തോട് സാക്ഷിക്കുക എന്നതും. ഇത് രണ്ടും ചേർന്ന് പോകേണ്ട അനുഭവമാണ് പ്രിയമുള്ളവരെ. നമ്മുടെ ഭീതികളിൽ, നമ്മുടെ ആശങ്കകളിൽ, ആകുലതകളിൽ, മരണഭയങ്ങളിൽ ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു എന്ന് പറഞ്ഞ് കർത്താവ് കൂടിയിരിക്കുമ്പോൾ ഈ കാലം മാറും, നിശ്ചയമായിട്ടും പ്രയാസങ്ങൾ മാറും. ഒരു അനുഗ്രഹിക്കപ്പെട്ട നാളുകൾ വരും, നിശ്ചയമാണ്. എന്നാൽ അന്ന് അത് കർത്താവാകുന്നു, അത് കർത്താവായിരുന്നു എന്ന് ലോകത്തോട് സാക്ഷിക്കുവാനും നമുക്ക് നിയോഗമുണ്ട്. കൃപകൾ വർദ്ധിക്കുമ്പോൾ അത് കർത്താവാകുന്നു എന്ന് പറയുന്ന അപ്പോസ്തലന്മാരെ പോലെ നമ്മളുമായി തീരുവാൻ പ്രിയരെ നമുക്ക് നിയോഗമുണ്ടെന്ന് ഓർക്കുക. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നാലാമതായി കാണുന്നത് യേശു കർത്താവിനും പത്രോസിനും ഇടയിൽ നടക്കുന്ന ഒരു വലിയ സംഭവമാണ്. അത് ഞാനാകുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ പത്രോസിനാണ് ധൈര്യം വീണ്ടും കിട്ടുന്നത്. ആദ്യം പേടിച്ചതും ഒരുപക്ഷെ പത്രോസ് ആയിരിക്കാം. ആദ്യം ധൈര്യപ്പെടുന്നതും പത്രോസ് തന്നെയാണ്. നമ്മൾ കാണുന്നു, അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിൻ്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. പത്രോസ് അത് കേട്ട മാത്രയിൽ ഒരു ലീഡർഷിപ്പ് എടുക്കുകയാണ്. കർത്താവിൻ്റെ അടുക്കലേക്ക് ഞാൻ നടന്നു വരാം, നീ ആകുന്നെങ്കിൽ അത് കൽപ്പിക്കണം. ഈ പ്രക്ഷുബ്ധമായിരിക്കുന്ന കടലും മീതെ, കടലൊട്ടും മാറിയിട്ടില്ല, കാറ്റ് മാറിയിട്ടില്ല, സാഹചര്യം മാറിയിട്ടില്ല, അന്ധകാരം നീങ്ങിയിട്ടുമില്ല. എന്നാൽ നീ ആകുന്നുവെങ്കിൽ നിൻ്റെ അടുക്കലേക്ക് വരുവാൻ കൽപ്പിക്കണം, ഞാൻ വരട്ടെ എന്ന് പത്രോസ് ആവശ്യപ്പെടുകയാണ്. പത്രോസ് ധൈര്യപ്പെടുകയാണ്. പത്രോസ് അതിനുവേണ്ടി ആദ്യത്തെ കാൽച്ചൂട് വയ്ക്കാനായിട്ട് ഒരുങ്ങുകയാണ് പ്രക്ഷുബ്ധമായ കടലിലേക്ക്. പ്രിയമുള്ളവരെ, പത്രോസ് ചില ചുവടുകൾ ക്രിസ്തുവിലേക്ക് നടക്കുന്നുണ്ട്. അതിനുശേഷം യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ അവൻ നടന്നു എന്നാണ് പറയുന്നത് 29-ാമത്തെ വാക്യത്തിൽ. അതിനുശേഷം എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ചു, മുങ്ങിത്തുടങ്ങിയാൽ കർത്താവെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. 30-ാമത്തെ വാക്യം. ചില ചുവടുകൾ നടന്നതാണ്. കാൽ താണുപോകാതെ, വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ അവൻ കർത്താവിലേക്ക് നടന്നതാണ്. എന്നാൽ ചില നിമിഷങ്ങൾക്ക് ശേഷം വീണ്ടും കാറ്റിൻ്റെ ശബ്ദം നിലച്ചിട്ടില്ല, കടൽ മാറിയിട്ടില്ല. അവൻ അത് കേട്ടു, കാറ്റിൻ്റെ ശബ്ദം കേട്ടു, കാറ്റ് കണ്ടു പേടിച്ചു. പേടിച്ച മാത്രയിൽ അവൻ മുങ്ങിത്തുടങ്ങി. എന്തുകൊണ്ടാണ് പത്രോസ് നടന്നത്? എന്തുകൊണ്ടാണ് പത്രോസ് മുങ്ങിയത്? ഇത് നമ്മൾ തിരിച്ചറിയണം. പത്രോസ് നടന്നത് കർത്താവിനെ കണ്ടതുകൊണ്ടും അവനെ കേട്ടതുകൊണ്ടും മാത്രമാണ്. അത് കർത്താവാണെന്നുള്ള ബോധ്യമുണ്ടായി. അത് കർത്താവാണെന്ന് കാണുവാൻ അവൻ കാര്യമായി ശ്രമം നടത്തി. കർത്താവിൻ്റെ വാക്കും ശബ്ദവും കേട്ടുകൊണ്ട് അവൻ നടന്നു തുടങ്ങി. അവൻ നടക്കാൻ സാധിച്ചു. കടലിന് മീതെ നടക്കണമെങ്കിൽ ഒട്ടും ഭാരമില്ലാത്തവന് മാത്രമേ അത് സാധിക്കുകയുള്ളല്ലോ. ഭാരമില്ലാത്തത് മാത്രമേ കടലിന് മീതെ പൊങ്ങിക്കിടക്കുകയുള്ളല്ലോ. അപ്പോൾ ഭാരമില്ലാത്തവനായി പത്രോസ് തീർന്നു. അവൻ്റെ ശബ്ദം കേട്ട മാത്രയിൽ, അവനെ കണ്ട മാത്രയിൽ ഭാരമില്ലാത്തവനായി പത്രോസ് കടലിന് മീതെ നടന്നു തുടങ്ങിയതാണ്. എന്നാൽ പ്രിയരെ, നാം കാണുന്നുണ്ടല്ലോ, അവൻ കാറ്റ് കണ്ടു തുടങ്ങിയപ്പോൾ, കാറ്റ് കണ്ട് പേടിച്ചപ്പോൾ വീണ്ടും മുങ്ങിത്തുടങ്ങി. ഒരു വ്യത്യാസമേ സംഭവിക്കുന്നുള്ളൂ. അവൻ്റെ നോട്ടം ക്രിസ്തുവിൽ നിന്നും കാറ്റിലേക്കും കടലിലേക്കും ഇരുളിലേക്കും ആയപ്പോൾ അവൻ മുങ്ങിത്തുടങ്ങി. ഈ ജീവിതയാത്രയിൽ ഒരു വ്യത്യാസം വരുത്തുവാൻ സാധിക്കുന്നത് കർത്താവിനെ നോക്കുന്നവർക്ക് മാത്രമാണ്. ഇല്ല എങ്കിൽ സ്വാഭാവികമായും സംഭവിക്കുക മുങ്ങിപ്പോക്കാണ്. ഈ മുങ്ങിപ്പോകുന്ന അനുഭവത്തിലേക്ക് പത്രോസ് വീഴുന്നു പോകുന്നത് നമ്മൾ കാണുന്നു. പ്രിയമുള്ളവരെ, കർത്താവിനെ നോക്കുക. നമ്മുടെ ഫോക്കസ്
നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ദൃഷ്ടി കർത്താവിങ്കിലേക്കാകുന്നുവെങ്കിൽ ഏത് പ്രതിസന്ധിയുടെ മീതെ പ്രതിസന്ധികളൊന്നും മാറാതിരിക്കുമ്പോൾ തന്നെ നടന്നു നീങ്ങുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ കർത്താവിൽ നിന്ന് ഫോക്കസ് മാറുമ്പോൾ പ്രതിസന്ധികൾ നമ്മളെ മുക്കിക്കളയുന്ന അനുഭവമുണ്ട് എന്ന് വചനം സ്പഷ്ടമായി നമ്മളോട് സംസാരിക്കുന്നു. കർത്താവിങ്കിലേക്കുള്ള നോട്ടം, ദ ഫോക്കസ് ദാറ്റ് ടേക്സ് അവേ ഓൾ ബേർഡൻസ്. കർത്താവിങ്കിലേക്കുള്ള നോട്ടം, കർത്താവിങ്കിലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഭാരങ്ങളെല്ലാം എടുത്തു കളയുന്നതായിട്ടുള്ള നോട്ടമാണ്. അങ്ങനെ ജീവിക്കുന്നവരാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവത്തിൽ ജീവിക്കുന്നവർ. പരിശുദ്ധാത്മാവിനെ പോലെയാണ്, കാറ്റ് പോലെയാണ്. അവർക്ക് ഭാരമില്ല. എല്ലായിടത്തും സ്വാതന്ത്ര്യത്തോടെ കടന്നു ചെല്ലുവാനും വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ഭാരമില്ലാതെ നിഷ്കളങ്കരായി ജീവിപ്പാനും സാധിക്കുന്നത് കർത്താവിലേക്ക് നോക്കുന്നവർക്ക് മാത്രമാണ്. ഇവിടെ പത്രോസിന് അത് സാധിക്കുന്നു. ആ നോട്ടം മാറിയ മാത്രയിൽ അവൻ മുങ്ങിപ്പോകുന്നതും നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. രണ്ട് തരത്തിലുള്ള തിരിച്ചറിവുകളാണ് ഇവിടെ പത്രോസിനുണ്ടാകുന്നത്. ഒന്ന്, ദ വേൾഡ് ഓഫ് കോൺഷ്യസ്നസ്. ക്രിസ്തുവിനെ നോക്കിയപ്പോൾ അവന് ബോധതലങ്ങളുടെ ഒരു ലോകത്തിലേക്ക് അവന് ഉയർത്തപ്പെട്ടു. ഹി വാസ് ഇൻ എ വേൾഡ് ഓഫ് കോൺഷ്യസ്നസ് വെൻ ഹി ഫോക്കസ് ടു ക്രൈസ്റ്റ്. അവൻ ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്തപ്പോൾ അവൻ ബോധതലങ്ങളുടെ ഒരു ലോകത്തിലായിരുന്നു. നല്ല ബോധം അവനുണ്ടായിരുന്നു. എന്നാൽ കാറ്റിലേക്ക് വീണ്ടും നോക്കിയപ്പോഴോ ഹി വാസ് ഗൈഡഡ് വിത്ത് എ കോൺഷ്യസ്നസ് ഓഫ് വേൾഡ്. അവൻ ആ സമയത്ത് കോൺഷ്യസ്നസ് ഓഫ് വേൾഡിനെ കുറിച്ച് ചിന്താകുലനായി തീരുകയാണ്. ലോകത്തെക്കുറിച്ചുള്ള ചിന്ത അവനെ ഭരിക്കുകയാണ്. ആദ്യം അവൻ ബോധ്യങ്ങളുടെ ലോകത്തായിരുന്നു. എന്നാൽ ലോകത്തെക്കുറിച്ചുള്ള ബോധ്യത്തിലേക്ക് വീണ്ടും അവൻ വഴുതി പോകുന്നതാണ് അവൻ മുങ്ങിപ്പോകാനായിട്ട് ഉണ്ടാകുന്ന സാഹചര്യമെന്ന് നമ്മൾ ഈ വേദഭാഗത്തിൽ കാണുന്നു. പ്രിയമുള്ളവരെ, ഈ ലോകത്തെക്കുറിച്ചുള്ള വലിയ ബോധ്യങ്ങളൊന്നും നമ്മളെ നിലനിൽപ്പാനായിട്ട് സഹായിക്കുന്നതല്ല. എന്നാലോ ക്രിസ്തു നൽകുന്ന ബോധ്യങ്ങളുടെ ഒരു ലോകത്തിൽ ജീവിപ്പാൻ, തിരിച്ചറിവുകളുടെ ലോകത്തിൽ ജീവിപ്പാൻ ഇന്ന് നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നോർക്കണം. അതിന് ഏകമാർഗമേ ഉള്ളൂ, അവങ്കിലേക്ക് നോക്കുന്നവർ പ്രകാശിതരാകുന്നത് നമ്മൾ വചനത്തിൽ മാത്രമല്ല ഇന്ന് നമ്മുടെ ജീവിതകാലത്തും കാണുന്നുണ്ടല്ലോ, അറിയുന്നുണ്ടല്ലോ. പാട്ടുകാരൻ അതുകൊണ്ടാണ് പാടുന്നത്, നോക്കി ജീവിക്കാം, ജീവനുണ്ടാം ഏക നോട്ടത്തിൽ ക്രൂശിന്മേൽ എന്ന് ഭക്തൻ പാടുന്നത് അതുകൊണ്ടാണ്. ക്രൂശിലേക്ക് നോക്കി, ക്രിസ്തുവിലേക്ക് നോക്കി ജീവിപ്പാൻ ഈ പ്രയാസവേളകളിലും നമുക്ക് സാധിക്കണം. 4 ചെറിയ ചിന്തകളാണ് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചത്. ഒന്ന്, അക്കരെ എന്നുള്ളത് ഒരു സാധ്യത മാത്രമല്ല, അത് യാഥാർത്ഥ്യമായി തീരേണ്ടുന്ന കാലഘട്ടമാണ് പ്രിയമുള്ളവരെ ഇത്. 2, ക്രിസ്തു നമുക്ക് സാഹചര്യങ്ങളിലൂടെ കാണുന്ന ഒരു അനുഭവമാണെങ്കിൽ ക്രിസ്തു തന്നെ ഒരു ബാധ്യതയായും ഭൂതമായും തോന്നിയേക്കാം. ക്രിസ്തുവിലൂടെ സാഹചര്യങ്ങളെ കണ്ടാൽ സാഹചര്യങ്ങൾ അത്ര അനുകൂലമെന്ന് കാണുവാൻ, സാഹചര്യങ്ങൾ ക്രിസ്തുവിൻ്റെ വലിയ സ്നേഹവും ദൈവിക മഹത്വവും തിരിച്ചറിയുന്നതിനുള്ള മുഖാന്തരങ്ങളാണെന്ന് കാണുവാൻ നമുക്ക് സാധിക്കും. 3, കർത്താവിൻ്റെ സാന്നിധ്യവും വാക്കും ഒരുപോലെ നമുക്ക് ആശ്വാസദായകമാണ്. മനുഷ്യരുടെ വാക്കുകൾ ചിലപ്പോൾ ആശ്വാസദായകമാകും, സാന്നിധ്യം അങ്ങനെ ആയിരിക്കില്ല. സാന്നിധ്യം ആശ്വാസദായകമാകും, വാക്കുകൾ അങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ട് ഒരു പൊരുത്തക്കേട് മനുഷ്യരുടെ സാമീപ്യം കൊണ്ട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് എല്ലായ്പ്പോഴും. എന്നാൽ ക്രിസ്തുവിൻ്റെ സാമീപ്യവും സാന്നിധ്യവും അവൻ്റെ വാക്കുകളും ഒരുപോലെ ആശ്വാസദായകമാകുന്നത് നമ്മളിവിടെ കണ്ടറിയുന്നു. 4, നമ്മൾ തിരിച്ചറിയുന്ന ഈ വലിയ യാഥാർത്ഥ്യമാണ്, കർത്താവിനെ നോക്കുന്നവർക്ക് ഭാരങ്ങളില്ല. ഭാരമില്ലാതെ അവർ പ്രക്ഷുബ്ധമായ കടലിന് മീതെയും സാഹചര്യങ്ങളുടെ മീതെയും ഒക്കെ നടന്ന് മുന്നേറുന്നു. ക്രിസ്തുവിലേക്ക് നോക്കുകയല്ലാതെ നമുക്ക് മറ്റൊരു പോംവഴിയില്ല ഈ നാളുകളെ അതിജീവിപ്പാൻ എന്നോർക്കുക. നോക്കി ജീവിക്കാം നമുക്ക് ക്രൂശിനെ, നോക്കി ജീവിക്കാം നമ്മുടെ നാഥനെ. പ്രയാസങ്ങൾ അതിജീവിച്ച് ഒരു പുതിയ ലോകക്രമം നമുക്ക് സാധ്യമാകുമ്പോൾ പുതിയ മനുഷ്യരായി പ്രവേശിക്കുവാൻ ഉള്ള കൃപ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് നൽകി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ വചനത്താൽ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയുള്ള ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ലോക ജീവിതയാത്ര ഇക്കരയുടെ സമൃദ്ധിയെയും സന്തോഷത്തെയും കണ്ടുകൊണ്ട് മാത്രം നിൽക്കാനുള്ളതല്ലെന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ഞങ്ങൾ അക്കരയ്ക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങുവാനുള്ള ആഹ്വാനം കർത്താവെ നിങ്ങളിൽ നിന്ന് ലഭിച്ചുവല്ലോ. അക്കരയാണ് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമെന്ന് നീ ഓർപ്പിച്ചുവല്ലോ. അക്കരയ്ക്കുള്ള യാത്രയിൽ അരക്ഷിതാവസ്ഥകൾ ഉണ്ടായെങ്കിലും അക്കര ഞങ്ങളുടെ ജീവിതത്തിന് ലക്ഷ്യമാകിയാൽ മുന്നിട്ടിറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ സാഹചര്യങ്ങളിലൂടെ ഞങ്ങളുടെ കർത്താവിനെ പോലും ഞങ്ങൾ നോക്കിയാൽ കർത്താവ് ഞങ്ങൾക്കൊരു ബാധ്യതയെന്ന് തോന്നുവാൻ ഇടയുണ്ട്. അങ്ങനെ അനേകർ കർത്താവിൽ നിന്ന് പിന്മാറിപ്പോകുന്നത് ഇന്നാളുകളിൽ ഞങ്ങൾ കാണുന്നു.
എന്നാൽ ക്രിസ്തുയേശുവിലൂടെ സാഹചര്യങ്ങളെ കാണുവാനും സാഹചര്യങ്ങളെ ദൈവകൃപയുടെ മുഖാന്തരങ്ങളെന്ന് തിരിച്ചറിയുവാനും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഈ ലോകത്തിൽ മനുഷ്യരുടെ വാക്കുകൾ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതല്ല, മനുഷ്യരുടെ സാന്നിധ്യം ഞങ്ങളെ ഭയപ്പെടുത്തുന്നതുമാണ്. ഞങ്ങളുടെ കർത്താവേ, നിൻ്റെ വാക്കും നിൻ്റെ സാന്നിധ്യവും ഒരുപോലെ ഞങ്ങൾക്ക് ആശ്വാസദായകമാണ്. നിൻ്റെ വാക്കും സാന്നിധ്യവും അനുഭവിച്ചറിയുവാനും ഞങ്ങളുടെ പ്രയാസങ്ങളിൽ നിൻ്റെ സാന്നിധ്യം ഞങ്ങളെ ധൈര്യപ്പെടുത്തുവാനും ഞങ്ങളുടെ അനുഗ്രഹങ്ങളിൽ അത് കർത്താവാകുന്നു എന്ന് ലോകത്തോട് സാക്ഷ്യപ്പെടുത്തുവാനും ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിങ്ങളിലേക്ക് നോക്കി ജീവിക്കുവാൻ, നിങ്ങളിലേക്ക് നോക്കി പ്രകാശിതരായി തീരുവാൻ, നിങ്ങളിലേക്ക് നോക്കി ഭാരമില്ലാത്തവരായി പരിശുദ്ധാത്മാവിൻ്റെ മക്കളായി ജീവിതം നയിപ്പാൻ അടിയങ്ങളെയൊക്കെ ബലപ്പെടുത്തണമേ. ലോക ചിന്തകളല്ല, പ്രാപഞ്ചിക ചിന്തകളല്ല, ക്രിസ്തു ബോധ്യം, ക്രിസ്തു നൽകുന്ന ഉറപ്പും ധൈര്യവും ബോധ്യങ്ങളും ഞങ്ങളെ ഭാരമില്ലാത്തവരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾപ്പിച്ച വചനത്തിന് നന്ദിയോട് സ്തുതിക്കുന്നു. വചനത്തോടു കൂടെ ചേർന്ന് ഞങ്ങളുടെ ജീവിതയാത്ര അനുഗ്രഹീതമായി മുൻപോട്ട് നയിപ്പാൻ സഹായിക്കണമേ. ക്രിസ്തു യേശുവിൽ അപേക്ഷിക്കുന്നു, ദയവുണ്ടായി കേൾക്കണമേ. ആമേൻ. തെളിമയുടെ നാദം, ഒരുമയുടെ ശബ്ദം, തനിമയുടെ രാഗം, കനവിലൊരു